ഇവിടെ നമ്മുടെ ഹീറോ ഒരു ഉയരം കൂടിയ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇത് കാണുന്ന താഴെയുള്ളവരൊക്കെ അവനോട് ഇവിടെ താഴെ ഇറങ്ങി വരാൻ വേണ്ടി പറയാണ്. പക്ഷെ അവർ പറയുന്നൊന്നും കേൾക്കാതെ അവൻ ആ മലയുടെ മുകളിൽ നിന്ന് ചാടുകയാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ നിന്ന് ചാടിയവൻ നേരെ താഴെയുള്ള ഒരു കിണറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി വീഴുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയ അവൻ്റെ ബോധം പോയിരിക്കുകയാണ്. ബോധം വന്നപ്പോൾ അവൻ ഏതോ ഒരു പുഴക്കരയിൽ കിടക്കുകയാണ്. ഇവൻ എന്തിനാണ് ആ മലയുടെ മുകളിൽ നിന്ന് ചാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ അച്ഛനെ കബളിപ്പിച്ചിട്ട് അവരുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ ഈ വെള്ളക്കാർ ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ കൊടുമപ്പെടുത്തി അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത്. ഇവരെ ഇവിടുന്ന് വിടാൻ വേണ്ടിയിട്ട് 10,000 തങ്കക്കാശ് തരണമെന്ന് ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അച്ഛൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ വെള്ളക്കാർ വെടിവെച്ച് അവൻ്റെ അച്ഛനെ തന്നെ കൊന്നിട്ടുണ്ടാവും. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പിന്നെയാണ് നമ്മുടെ ഹീറോ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ മലയുടെ മുകളിൽ നിന്ന് ചാടിയത്. അങ്ങനെ അവിടുന്ന് പുറത്തു കടന്ന ഇവനും ഒരു കൊള്ളക്കാരനായി മാറിയിട്ട് ആൾക്കാരെയൊക്കെ ചേർത്തിട്ട് വലിയ വലിയ വീടുകളിലൊക്കെ പോയിട്ട് ഒരുപാട് തങ്കങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ തുടങ്ങാണ്. അങ്ങനെ ആ വെള്ളക്കാർ ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് അത്രയും സ്വർണ്ണം ആയപ്പോൾ തന്നെ അവൻ അതും കൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ ജനങ്ങളെയൊക്കെ വിടാൻ വേണ്ടി പറയാണ്. പക്ഷേ ആ വെള്ളക്കാർ ഇവനെ കബളിപ്പിച്ചിട്ട് വിടാങ്കൊക്കെ വാങ്ങിയിട്ട് വിടാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ ഇവനും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടം മോഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തന്നെ ഒരു വലിയ നാണക്കേടായി മാറാണ്. എന്നിട്ട് ഇവൻ ഈ കിരീടം തിരിച്ചു വേണമെങ്കിൽ അവൻ്റെ ജനങ്ങളെയൊക്കെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട് ഈ കിരീടം തിരിച്ചു കൊടുത്തിട്ട് അവരുടെ ജനങ്ങളെ മൊത്തം മോചിപ്പിക്കുകയാണ് അവൻ. ഈ പടത്തിൻ്റെ പേരാണ് ഷംഷീറ.